Assalamualaikum. Welcome to this new season of Hadiyat Ramadan. ഞാൻ നിങ്ങളോടൊപ്പം ഡോക്ടർ അസ്ബിൻ അബ്ദുൽ അസീസ്. ഞാൻ അക്സൻ അബ്ദുൽ അസീസ്. അങ്ങനെ ഇതാ പുതിയൊരു പുണ്യമാസം കൂടി ഇതാ വന്നിരിക്കുകയാണ്. അതെ, വീണ്ടും ഞങ്ങൾ തന്നെ വന്നിരിക്കുകയാണ് ഹദിയത്ത് റമദാനുമായിട്ട്. ഇത് തേർഡ് ഇയർ ആണല്ലേ? യെസ്, തേർഡ് ഇയർ ആണ് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഹദിയത്ത് റമദാൻ ചെയ്യുന്നത്. ഇന്ന് റമദാൻ 1 ആണ്, ഹിജ്റ വർഷം 1436 ആണ്. ഹദിയത്ത് റമദാനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഇൻട്രൊഡക്ഷൻ വേണ്ട. ഇതൊരു ക്വിസ് പ്രോഗ്രാം ആണ്. ഞങ്ങൾ 3 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നതാണ്. അതിന് ഉത്തരം നൽകുക. ഉത്തരം നൽകിയ 3 ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ നൽകിയാൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് കിട്ടുക. സ്പെഷ്യൽ ഗിഫ്റ്റ് ഇന്ന് എന്താണെന്ന് ഞങ്ങൾ പറയുന്നില്ല. നാളെ ആയിരിക്കും ഞങ്ങൾ വിവരയും ഗിഫ്റ്റ് എന്താണെന്ന് പറയുന്നത്. യെസ്, എക്സാക്ട്ലി. അപ്പോൾ എല്ലാവർക്കും വിളിക്കുന്ന നമ്പർ അറിയാലോ. 052963333 ആണ്. അപ്പോൾ വേഗം വിളിച്ചുകൊള്ളുക. വിളിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ ചോദിക്കുക. 1 hour ആണ് പ്രോഗ്രാം. 10 o'clock to 11 o'clock ആണ്. അപ്പോൾ വേഗം വിളിക്കുക. അപ്പോൾ നമ്മുടെ റമദാൻ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഇപ്പം ഫെമിലിയർ ആയിട്ട് കാണുന്ന പിക്ചേഴ്സ് ഫുൾ ഫുഡിന്റെ പിക്ചേഴ്സാ. നോമ്പായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും കാണുന്ന ഫുഡാ. ആക്ച്വലി റമദാൻ ഉണ്ടാക്കിയത് നമ്മൾ പാവപ്പെട്ടവരുടെ ഭക്ഷണത്തിന്റെ വിലയും അവരുടെ കഷ്ടപ്പാട് എല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് നോമ്പ് അല്ലാഹു തന്നിരിക്കുന്നത്, നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്നത്. ബട്ട് അതൊന്നും തിരിച്ചറിയാതെ ആക്ച്വലി ഇപ്പോൾ ഫുഡിന്റെ ആഘോഷമായിട്ടാണ് നമ്മൾ റമദാൻ ഏറ്റെടുത്തത്. എല്ലാ സ്ഥലത്തും ഇഫ്താർ പാർട്ടികളും എല്ലാം ഫുഡായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫുൾ റമദാൻ. ആക്ച്വലി ആരോഗ്യത്തിന് നല്ലൊരു കാര്യമാണ് റമദാൻ. കാരണം നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മുടെ ബോഡിയിലുള്ള എക്സ്ട്രാ ഫാറ്റ് ഒക്കെ പോവുകയാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കൂടുതൽ പൊരിഭക്ഷണം കഴിച്ച് ഇല്ലാത്ത ഫാറ്റ് ഉണ്ടാക്കാണ് പറ്റുന്നത്. എക്സാക്ട്ലി. നോമ്പ് തുറയുടെ സമയത്ത് മെയിൻലി എല്ലാവരും കഴിക്കുന്ന ഫ്രൈഡ് ഫുഡും അതും ഇതൊക്കെ കുറച്ച് നല്ല ഫുഡ് കഴിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അത്താഴം പക്ഷെ നമ്മൾ എന്താണ് കുറേ പേര് അത്താഴം ഒഴിവാക്കുന്നുണ്ട്. അത്താഴം പക്ഷെ നമ്മൾ കഴിക്കണം. അത് വേറൊരു ഹദീസ് കൂടിയാണ്. അത്താഴം കഴിക്കുന്നത് നബിയുടെ ഒരു സുന്നത്ത് കൂടിയാണ്. അപ്പൊ വെറുതെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്ന വഴിക്ക് ഗുണം കിട്ടുകയാണ്. അപ്പൊ നിങ്ങൾ കഴിയാവിധം നിങ്ങൾ ഒഴിവാക്കാതെ നോക്കുക കഴിക്കാൻ. അപ്പൊ ഈ വർഷത്തെ നമ്മുടെ ഫസ്റ്റ് കോളർ ഉണ്ട്. അസ്സലാമലൈക്കും. വെൽക്കം ടു ഹദിയത്ത് റമദാൻ. ഞങ്ങളുടെ ഫസ്റ്റ് കോളറാണിത്. ആരാണ്? മഹറൂഫ് ലാസ്റ്റ് ഇയർ വിളിച്ചതല്ലേ? ഓർമ്മയുണ്ട് പേര്? ഞങ്ങൾക്ക് മറക്കില്ല അങ്ങനെയൊന്നും. എന്തൊക്കെയാണ് വിശേഷം? എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു വർഷത്തിന്റെ ഗ്യാപ്പ്? തടിയൊക്കെ വെച്ചോ? കണ്ണൂർന്നപ്പോഴത്തേക്ക് ഒരു വർഷം പോയില്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ നോമ്പ്? എങ്ങനെയുണ്ടായിരുന്നു? എന്തായാലും ഈ വർഷം നോമ്പ് പിടിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ ഉണ്ടായില്ലേ? ആരൊക്കെ മറുക്കാട് അടുത്ത് ആരൊക്കെയാ ഉള്ളത്? അവരുടെ പേരൊക്കെ ഒന്നുകൂടി പറഞ്ഞോളൂ, മറന്നുപോയവർക്ക് നോക്കാം. പറഞ്ഞോ. അവരിങ്ങനെ സ്കൂളിൽ പോയി തുടങ്ങിയോ? അതില്ലേ? KG2. നാട്ടില് പോകുന്നില്ല ഇപ്പൊ ഈ വർഷം? ആണല്ലേ? ഓക്കെ. തറാവീഹ് നമസ്കാരത്തിനൊക്കെ പോയിരുന്നു? പോയി വന്നാലേ സഹായിക്കാൻ വൈഫൊക്കെ കൂടെ. അപ്പൊ പറയാൻ നോക്കട്ടോ, 3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ഈ പ്രാവശ്യം. കിട്ടിയില്ല അല്ലെ? ഇൻഷാല്ലാ ഈ വർഷം കിട്ടും. അപ്പൊ മറുഫ്ക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ. വിശുദ്ധ ഖുർആനിൽ സുലൈമാൻ നബിയെ കുറിച്ച് എത്ര പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്? പോയോ? വിശുദ്ധ ഖുർആനിൽ സുലൈമാൻ നബിയെ കുറിച്ച് എത്ര പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്? ഇത് നമ്പർ ആയതുകൊണ്ട് ഓപ്ഷൻ തരാം കേട്ടോ. 17, 18, 19 എല്ലാം അടുത്തടുത്ത് വന്നു അല്ലേ? എത്ര തവണ? വൈഫിനോട് ചോദിച്ചു. ജമീലാത്തോടത്ത് ചോദിച്ചു നോക്ക് ആൻസർ. വേഗമായിക്കോട്ടെ. നമ്മള് നമ്മുടെ ഇത് ഭയങ്കര ട്രൂ ആയി പോകും. നമ്മുടെ വയസ്സൊക്കെ ചോദിക്കുമ്പോൾ നമ്മള് പ്രിഫർ ചെയ്യും ഇങ്ങനെയൊക്കെ പറയാൻ. അത് ഭയങ്കര ട്രൂ ആയി പോയില്ലേ? വെൽക്കം. എവിടെ സൗണ്ട് ഒന്നും കേൾക്കാനില്ല? എവിടെ വൈഫിന്റെ? TV കണ്ടോണ്ടിരിക്കും. അപ്പൊ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ മറൂഫ്ക.
വളരെ ഈസിയായ ക്വസ്റ്റ്യൻ ആയിപ്പോട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഇസ്ലാമിക് കലണ്ടറിലെ ആദ്യത്തെ മാസം. അതെ, correct answer. സംശയിക്കാൻ എന്താ ഉള്ളത്? റൈറ്റ്. എന്താ ഇത്? എല്ലാം ഈസി ആണല്ലോ. ഇനിയിപ്പോ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നേ. ഫസ്റ്റ് കോളർ ആയതുകൊണ്ട് അത്താഴത്തിന് എന്താ കഴിക്കുന്നത് മാറൂഫ്ക? ചോറ്. എങ്ങനെയാ നോമ്പ് തുറന്നതിന് ശേഷം ഫ്രൂട്ട്സ് ആണോ പൊരികളാണോ കഴിക്കുന്നത്? ഫ്രൂട്ട്സ്. ഇത്താക്ക് സന്തോഷായി. അപ്പൊ നമുക്ക് ഇത് തേർഡ് ക്വസ്റ്റ്യൻ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. തന്റെ അതിഥികളായി വന്ന മലക്കുകൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത പ്രവാചകൻ. എളുപ്പമുള്ള ക്വസ്റ്റ്യനാ. മാറുഫുക്കാക്ക് എല്ലാം നല്ല വർക്കത്തോടെ ക്വസ്റ്റ്യൻസാ കിട്ടിയ. തന്റെ അതിഥികളായി വന്ന മലക്കുകൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത പ്രവാചകൻ. ഇതിന് ഓപ്ഷൻ. ഇത് തേർഡ് ക്വസ്റ്റ്യൻ അല്ല മാറുഫുക്ക. ക്ലൂ തരാം. ഇത്താത്ത ക്ലൂ തരും. ഇത്താത്ത ക്ലൂഡ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഞാൻ ക്ലൂ പറഞ്ഞാൽ ഭയങ്കര ക്ലൂ ആയി പോവും. അതാണ് പ്രശ്നം. ഒരു ഐഡിയ ഇല്ല. ഒരു ഐഡിയ ഇല്ല. നമ്മുടെ കാബയായിട്ട് ബന്ധപ്പെട്ട നബിയാണ്. ഓ, ഇത് പറഞ്ഞില്ലെങ്കിൽ കേട്ടോ മോശ. ഞാൻ എത്രയും വലിയ ക്ലൂ വന്നില്ലേ? കാബ പണിതത് ഇതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. റൈറ്റ് ആൻസർ ആണ്. വെൽക്കം. പ്രൈസ് കിട്ടി. ഞങ്ങൾക്ക് തന്നോട്ടോ ഷെയർ. അത് തന്നെ മനസ്സിലായില്ല എന്ത് പറഞ്ഞ? അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണാലോ. വൈഫ് ഈ പ്രാവശ്യം ഹെൽപ്പ് ചെയ്തില്ലാന്ന് കരുതിയില്ലേ? വൈഫ് ഒന്ന് ഹെൽപ്പ് ചെയ്തില്ല. അടുത്ത പ്രാവശ്യം ഹെൽപ്പ് ചെയ്യാൻ പറയണം കേട്ടോ. അപ്പൊ ഗിഫ്റ്റ് വൈഫിന് കൊടുക്കട്ടോ. ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കട്ടോ. റംദാൻ കരീം. അപ്പോൾ ഇപ്പൊ നമ്മളെ വിളിച്ചത് ഞങ്ങൾ പണ്ടൊക്കെ വിളിക്കാറുണ്ട് മഹറൂഫ്ക്കാണ്. ഭയങ്കര സന്തോഷം. ആദ്യത്തെ കോളറുടെ പരിചയമുള്ള കോളറെ വിളിച്ചത് മഹറൂഫ്ക്കാണ്. ആദ്യമായിട്ട് 3 എണ്ണത്തിന് ഉത്തരം തന്നിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇനി ആരൊക്കെ പറയുന്നത് നമുക്ക് അറിയില്ല. ഇൻഷാ അല്ലാഹ് മാറൂഫ്ക്കാക്ക് കിട്ടിയ പ്രൈസ്. അപ്പൊ കാണുന്നവരും ഞങ്ങൾക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 052961133 ആണ് വിളിക്കേണ്ട നമ്പർ. ഈ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ നോമ്പ് തുറക്കണേന്റെ ഫുഡിന്റെ കാര്യം ഇത്ത പറഞ്ഞോണ്ടിരിക്കും. അതുകൂടാതെ വേറൊരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ 1/3 ഫുഡും 1/3 വെള്ളവും 1/3 എംറ്റി ആയിരിക്കണം. പക്ഷെ ഇവിടെ എല്ലാരും 3/3 ഫുഡും വെള്ളത്തിന് സ്ഥലമില്ലാതാണ് ആൾക്കാർ സ്റ്റഫ് ചെയ്ത് കഴിക്കുന്നത്. ഈ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇത്ത പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ്, അത് തന്നെ. അപ്പൊ എല്ലാരും ഫുഡ് മിതത്തോടെ കഴിക്കുക. ഓക്കെ, ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വെൽക്കം ടു ഹദീസ് റംദാൻ. താങ്ക് യു. ആരാണ്? സബീഹ. സബീഹ. എന്തൊക്കെയാണ് സബീഹ വിശേഷം? സുഖം തന്നെ. സൗണ്ട് കേട്ടപ്പോഴേ ഞങ്ങൾക്ക് തോന്നിട്ട് വളരെ ഫെമിലിയർ വോയിസ് ആയിട്ട്. ഏത് ക്ലാസ്സിൽ സബീഹ ഇപ്പൊ പാസ്സായി വന്നത്? ഏത് ക്ലാസ്സിലേക്കായി? ഞാൻ 8ാം ക്ലാസ്. 8ലായി അല്ലേ? ആയില്ലേ? അടുത്ത ആരൊക്കെ ഉണ്ട് ഇപ്പൊ? ഉമ്മയും ഉമ്മയിക്കാക്കുണ്ട്. സബീഹ എന്നുള്ള കോളർ ലാസ്റ്റ് ഇയർ വന്ന് ഞങ്ങൾ ഇവിടെ കണ്ടിരുന്നു. ഞങ്ങൾ ഡെയിലി എപ്പിസോഡിൽ വിളിക്കാൻ ട്രൈ ചെയ്തിരുന്ന കോളറാണ്. ഈ പ്രാവശ്യം എങ്ങനെ കിട്ടി ലൈൻ? എത്ര നേരം കാത്തിരിക്കണു? കിട്ടിയതാണല്ലേ? എന്താ സബീഹ കുട്ടി കഴിച്ചത് നോമ്പ് തുറന്നിട്ട്? ഞാന് ഫ്രൂട്ട്സ്. വേറെ ഒന്നും കഴിച്ചു? എല്ലാരും നുണ പറയണോ? സത്യത്തിൽ നിങ്ങൾ ഫ്രൂട്ട്സ് ആണ് കഴിക്കണേ? മുസംബി ആപ്പിൾ. അപ്പൊ ഡിന്നറിന് എന്താ കഴിക്കുന്നത് സബീഹ? ഡിന്നറിന് മട്ടൻ കറിയും പത്തിരിയും മട്ടൻ കറിയും. ഓക്കെ, നാളെ സ്കൂളുണ്ടല്ലോ അല്ലേ? നാളെ സാധാരണ പിള്ളേർക്ക് സ്കൂളിലെത്താം. അത് നമുക്ക് ഡ്യൂട്ടികൾ പറയില്ലല്ലോ. ഫ്രൈഡേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ സബിയ? ഖുറാനിന്റെ 1/3 എന്ന് അറിയപ്പെടുന്ന സൂറത്ത് ഏതാ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. സൂറത്തുൽ ഇഖ്ലാസ്. റൈറ്റ് ആൻസർ ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അനിയത്തി എന്ത് ചെയ്യണു?
സൗണ്ട് ഒന്നും കേൾക്കാനില്ല. അനിയത്തി ഉറങ്ങാം. ഉറക്കമായില്ലേ? ഇത്ര നേരത്തെയോ? ആ Okay, അവള് നേരത്തെ നീച്ച രാവിലെ. ആ, okay. ഓക്കെ, അപ്പൊ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആ ദാവൂദ് അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഓപ്ഷൻ ഓപ്ഷൻസ് 12, 16, 18. സബിഹ ആലോചിച്ച് ഒരെണ്ണം ചൂസ് ചെയ്ത് പറയണേ, കാരണം ഒരെണ്ണം പറഞ്ഞാൽ ഞങ്ങൾ അത് ആൻസർ ആയിട്ട് എടുക്കും. അതുകൊണ്ട് ആലോചിച്ച് പറയണേ ഏതാണ് എടുക്കുന്നത്. ആലോചിച്ച് റൈറ്റ് ആൻസർ പറയും. തരുമോ? 12, ക്ലൂ 16, കൊടുക്കാൻ. 18. ക്ലൂ എന്താ? ഇത് ക്ലൂ പറയുന്നത് ആൻസർ ആയിട്ട് മാറും. ഓക്കെ, ഞാൻ 3 എണ്ണത്തിൽ 2 എണ്ണം ആക്കി തരാം, പക്ഷെ ഒരെണ്ണം ചൂസ് ചെയ്യാവൂ കേട്ടോ. ഓക്കെ 16 അല്ലെങ്കിൽ 18. 16 അല്ലെങ്കിൽ 18. 16 ആണ് പറഞ്ഞേ. ആ 16 കറക്റ്റ് ആണ്. വെൽക്കം. എന്ത് പറ്റി ആകെ ഡള്ളായിട്ടിരിക്കുന്നേ? അനീറ്റ് ഉറങ്ങിയ കൊണ്ടാണോ ഡള്ളായിട്ടിരിക്കണേ? അല്ല. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അള്ളാഹുടെ 99 നെയിംസ് ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല സബിയക്ക്? അതിലുള്ള ഒരു പേരാണ് അൽ ഖാലിഖ്. ഈ ഖാലിഖിന്റെ അർത്ഥം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എന്താണ്? റൈറ്റ് ആൻസർ. വെൽക്കം. കൺഗ്രാറ്റുലേഷൻസ്. ചിരിക്കോ? താങ്ക് യു. വെൽക്കം. നാളെ എന്താ പരിപാടി? ഫ്രൈഡേ കാർപ്പൊക്കെ ഓതുന്നില്ലേ? കാഫ് ഓതുന്നില്ലേ എന്ന് ചോദിച്ചത്? ഓതുന്നില്ലേ? ജുമാക്ക് പോവാറുണ്ടോ പള്ളിയില്? പോവാറുണ്ട്. ഏത് പള്ളിയില് പോവാറ്? സ്കൂളിന്റെ അടുത്തുള്ള പള്ളിയില്. ഉമ്മാനോട് അനീറ്റിയൊക്കെ എഴുന്നേക്കുമ്പോ പറയണോട്ടോ. ഞങ്ങള് ദുആയിൽ ഉൾപ്പെടുത്തുന്ന സബിഹയുടെ. ഓക്കെ സബീനെ വിളിക്കണേ. അപ്പൊ നമ്മള് വിളിച്ചത് സബീഹ ആയിരുന്നു. സബീഹ 3 പറഞ്ഞപ്പോൾ നമുക്ക് 2 കോളേഴ്സ് ആയി. മറുഫിയുണ്ട്, സബീഹയുണ്ട്. സബീഹ നമ്മള് ലാസ്റ്റ് ഇയർ വന്ന് വിസിറ്റ് ചെയ്ത കോളറാണ്. ഭയങ്കര ഹംബിളായ ഒരു കുട്ടിയാ. ഓക്കെ, അപ്പൊ അടുത്ത കോൾ ഉണ്ട്. ഹലോ 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 അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹരിത് റംദാൻ. ആരത്? ഇത് ഷാർജയിൽ നിന്നാണ്. ഷാർജയിൽ നിന്ന് ആരാണ്? സുബൈദ. സുബൈദ. ഇത്ര സീരിയസ് ആയി പോയെ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത് ഈ പ്രോഗ്രാമിലേക്ക്? ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അതിന്റെ അല്ല, ഇതിന്റെ കഴിഞ്ഞ വർഷം ഒരുപാട് പ്രാവശ്യം വിളിച്ചു, എനിക്ക് കിട്ടിയില്ല. അത് ഈ വർഷത്തേക്കായിരുന്നു എഴുതി വെച്ച സുബൈദ. പ്രാവശ്യം വിളിച്ചു, അപ്പൊ കിട്ടിയില്ല. സുബൈദായിട്ട് ഞങ്ങൾ ഇത് പരിചയപ്പെട്ടു. എന്താ ചെയ്യണ സുബൈദ? ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ്. വീട്ടിലാരൊക്കെയുണ്ട്? ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. ലൈൻ കിട്ടിയ ഗ്യാസ്പിംഗ് ആണ് ഞങ്ങൾ ഫോണിൽ കൂടെ കേൾക്കുന്നത്, ശ്വാസം വിടുന്നത്. എങ്ങനെ? അത് ലൈൻ കിട്ടിയതിന്റെ വേണോ ശ്വാസം സന്തോഷമുണ്ട്, നാട്ടിലെവിടെയാണ് ഇത്ത? നാട്ടിലെവിടെയാണ്? ഇപ്പൊ ടെൻഷൻ പിന്നെ പാലക്കാടാണ്. പാലക്കാട്. പാലക്കാട് എവിടെ? പാലക്കാട് ചെപ്പശ്ശേരി എന്ന് പറയും. ചെപ്പടിശ്ശേരി. നല്ല അതെ പേര്. അതെ. അപ്പൊ സഹായിക്കുന്ന ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ അല്ലേ? ഹസ്ബൻഡ് ഉറങ്ങി, നോമ്പായിട്ട് ഉറങ്ങി. ഇത്ര നേരത്തെയോ? എല്ലാവരും ഇത് നേരത്തെ ക്ഷീണമുണ്ട്, ഉറങ്ങുവാണ്. ആദ്യത്തെ നോമ്പല്ലേ. ആഹാ ശരിയാ. ഇനിയിപ്പൊ അത്താഴത്തിന് എനിക്കില്ലേ? തീർച്ചയായും നേപ്പിക്കും, ഞാൻ നേപ്പിക്കും. എണീപ്പിക്കും. ഞങ്ങൾക്ക് വിളിച്ച കോളേജ് എല്ലാം 3 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹലോ, സുബൈദാത്തായി പറയണോട്ടോ 3 എണ്ണം. 3 മനസ്സിലായില്ല. എണ്ണം പറയണോട്ടോ. ഞാൻ പറയാം. ഇൻഷാല്ലാ. ഈസിയായിട്ട് ചോദിക്കണേ. ഞാൻ എളുപ്പമുള്ളത് ചോദിക്കാം ഇൻഷാല്ലാ. ക്വസ്റ്റ്യൻ ഇതാട്ടോ. ഇതാ ക്വസ്റ്റ്യൻ പറഞ്ഞു തുടങ്ങി. അള്ളാഹു ഏത് നബിക്കാണ് പേര് പ്രത്യേകമായി തിരഞ്ഞെടുത്ത് നൽകിയത്? ഈസി ക്വസ്റ്റ്യൻ. സബിഹാത്ത ഞങ്ങളുടെ സുബൈദാത്ത കഴിഞ്ഞ വർഷം തൊട്ട് കാണുന്നില്ല ഞങ്ങളുടെ പ്രോഗ്രാം. അപ്പൊ ഇതൊക്കെ ഈസി ആൻസർ ചെയ്യണമല്ലോ. അള്ളാഹു ഏത് നബിക്കാണ് പേര് പ്രത്യേകമായി തിരഞ്ഞെടുത്ത് നൽകിയത്? ഞാൻ ഓപ്ഷൻസ് തരട്ടെ. ഓപ്ഷൻസ് ഷുഐബ് നബി, ഇദ്രിസ് നബി, യഹ്യ നബി. ഞാൻ 3 ഓപ്ഷൻസ് തരുന്നുള്ളൂ. പിന്നെ ഇത്രയും നാളെ ഞാനും 3 കൊടുത്തിട്ടുള്ളൂ. ഏതോ അല്ലേ? പറഞ്ഞോ, ആൻസർ പറഞ്ഞോ. ലഭിക്കാണെന്ന് തോന്നുന്നു. റൈറ്റ് ആണ്. കറക്റ്റ് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോണേ. എന്താ അത്താഴത്തിന് ഉണ്ടാക്കാൻ പോകുന്നേ?
എന്താണ് അത്താഴത്തിന് എന്താ ഉണ്ടാക്കാൻ പോകുന്നേ? ഇത്താക്ക് ഈ വിശേഷങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് പറയൂ. ചോറാ? ചോറ് ചോറ് അല്ലേ? ഓക്കെ. പിന്നെ ഇഷ്ടം അതാണ്. ഇന്ന് നോമ്പ് പറഞ്ഞിട്ട് എന്താ കഴിച്ചേ? ഇന്ന് ഞങ്ങള് പിന്നെ ദോശ പിന്നെ ചപ്പാത്തി. മുത്തിന്റെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ് നോമ്പ് തുറന്നിട്ട് എന്താ കഴിക്കുന്നത്. പക്ഷെ ഭൂരിപക്ഷം പിന്നെ ജ്യൂസൊക്കെ ഫ്രൂട്ട്സ് പറഞ്ഞു. അപ്പൊ അല്ലല്ല ചൂടല്ലേ. ശരിയാ. എല്ലാരും നന്നായി ഈ പ്രാവശ്യം വിളിക്കുന്ന എല്ലാം നല്ല ആരോഗ്യമുള്ള കോളേഴ്സാ. അപ്പൊ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആട്ടോ. ഒരു പ്രവാചകന്റെ മാതാവിന്റെ ജനനത്തെ കുറിച്ചും വളർച്ചയെ കുറിച്ചും ഖുറാനിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ആരാണ്? എന്ത് അതെ, കറക്റ്റ് ആൻസർ. റൈറ്റ് ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനാ. ഓക്കെ. നാട്ടില് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒത്തുള്ളി പോകുമ്പോഴൊക്കെ മിടിക്കായിരുന്നോ മദ്രസയില്? എളിമയാ. തരക്കേടില്ലാത്തൊരു മിടുക്കിയായിരുന്നു അല്ലേ? വലിയ ജാടയൊന്നുമില്ല. അപ്പൊ ഈസി ആയിട്ട് പറയാം അടുത്തത് ഇൻഷാല്ലാ. എന്തൊക്കെയാ ഹോബീസ്? എന്താ ഹോബീസ് പ്രത്യേകിച്ചൊന്നുമില്ല. ഖുർആനോ അതൊക്കെ തന്നെ ഹോബീസ് അല്ല, നമുക്ക് ജീവിതത്തിൽ വേണ്ടതല്ലേ. കറക്റ്റ് കറക്റ്റ്. സത്യം സത്യം. നല്ലൊരാളാണല്ലോ. വായനശീലം നല്ലപോലെ ഉണ്ടല്ലേ? ആ തീർച്ചയായിട്ടും ഞാൻ വായിക്കാറൊക്കെ ഉണ്ട്. ഒരുപാട് ബുക്സ് വായിക്കാറുണ്ട് ഞാൻ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ട്ടോ. ഈസി ആയിരിക്കണേ. ഇൻഷാല്ലാ എളുപ്പമായിരിക്കും കേട്ടോ. സ്വർഗത്തിലില്ലേ ഒരു ഫൗണ്ടൻ ഉണ്ട് കേട്ടോ. ഒരു ഫൗണ്ടൻ ഉണ്ട്. എല്ലാരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഫൗണ്ടനിൽ നിന്നായിരിക്കും വെള്ളം കുടിക്കുക. ഈ ഫൗണ്ടന്റെ പേരെന്താണ്? എന്താ പറഞ്ഞേ? കൗസർ എന്നാണ് പറഞ്ഞേ. കൗസർ. കൗസർ റൈറ്റ് ആൻസർ ആണ്. റൈറ്റ് ആൻസർ ആണ്. കുറച്ച് കുറവാന്നേ ഉള്ളൂ. മാഷാഅല്ലാ. ഇത്രയും ഫ്രൂട്ട് ജ്യൂസ് കഴിച്ച് 3 കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. വിളിച്ച 3 പേരും 3 ക്വസ്റ്റ്യൻസിന് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഞാൻ ട്രൈ ചെയ്തതാണ്, എനിക്കൊന്നും കിട്ടിയില്ല. ഭയങ്കര വിഷമായിരുന്നു. അൽഹംദുലില്ലാ ഇത്താടെ അറിവ് എല്ലാവർക്കും അറിയാനും പറ്റിയല്ലോ. നല്ല കുറച്ച് അത്യാവശ്യം ടഫായി ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ചോദിച്ചത്. ബട്ട് മിടുക്കിയായിട്ടാണ് ആൻസർ പറഞ്ഞത് എല്ലാത്തിനും. എല്ലാരും മറന്നുപോയല്ലേ? ചില ആൾക്കാർക്ക് ഇത് അറിയായിരിക്കും, പക്ഷെ ആ സമയത്ത് അവർക്ക് പറയാൻ പറ്റാത്തേ ഉള്ളൂ. ഓർമ്മയില്ലാതെ ആയിട്ട് വീണ്ടും വിളിക്കണോട്ടോ. സമയം ഇട്ടില്ലാന്ന് വിളിക്കാതിരിക്കരുത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു. ജസാക്കല്ലാ ഖൈർ. നാളെയാണ് ഡിക്ലെയർ ചെയ്യുള്ളൂ ആരാ വിന്നർ എന്നുള്ളത്. വിന്നറായി കഴിഞ്ഞാൽ ഞങ്ങള് വിളിക്കും. ഓക്കെ. അപ്പൊ ഉറങ്ങി എണിക്കുമ്പോ ഹസ്ബൻഡിനോട് ഞങ്ങളെ സലാം പറയണം. മിടുക്കിയായിട്ട് 3 ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞൊരു ഹെൽപ്പും ഇല്ലാതെ. വീണ്ടും വിളിക്കണോ കേട്ടോ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മള് അങ്ങനെ നമുക്കൊരു പുതിയൊരു ഫ്രണ്ടിനെ കൂടി കിട്ടിയിരിക്കുകയാണ്. സുബൈദ. ഷാർജയിൽ വിളിച്ച സുബൈദ. അതെ, ആദ്യം കൂടി സീരിയസ് ആയി, പിന്നെ ഇത്ത ഭയങ്കര ചിരിക്കുന്ന ഇത്തായി മാറി. അപ്പൊ നമുക്ക് കുറെ വിന്നേഴ്സ് ആയി. മറൂഫ്ക, സബീഹ ആൻഡ് സുബൈദ. നമുക്ക് ഒരു കോളും കൂടി ഉണ്ട്. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹരീദ് റംദാൻ. മനസ്സിലായില്ല? സുൽഫിക്കർ ലാസ്റ്റ് ഇയർ വിളിച്ചിരുന്നില്ലേ പ്രോഗ്രാമിലേക്ക്? അന്ന് അബുദാബിയിൽ നിന്നുള്ള സുൽഫിക്കർക്ക് ആയിരിക്കും വിളിച്ചത്. അതെ, എന്താ ചെയ്യുന്നേ? കണ്ണൂർ. എന്ത് പറ്റി ലാസ്റ്റ് ഇയർ ഒന്ന് വിളിക്കായിരുന്നു പ്രോഗ്രാമിലേക്ക്? നാട്ടിലായിരുന്നു. ആരൊക്കെ ഇപ്പൊ കൂടെ ഉള്ളത് ഹെൽപ്പ് ചെയ്യാനായിട്ട്? ഷഹീന. ഷക്കീല. ഓക്കെ. ഹെൽപ്പ് ചെയ്യാൻ റെഡി ആണല്ലേ? ഹെൽപ്പ് ചെയ്യാൻ റെഡി അല്ലേ വൈഫ്? റെഡിയാണ്.
ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ലാം എന്ന അക്ഷരം കൊണ്ട് പേര് തുടങ്ങുന്ന ഒരേ ഒരു പ്രവാചകൻ. ഇത് ക്ലൂ കം ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ആൽഫബറ്റും ഉണ്ട്. അപ്പൊ പ്രവാചകന്റെ പേര് ഏതാണ് ലാം വെച്ച് തുടങ്ങുന്നത്? അതാണ് ഉത്തരം. ലാം 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 വെച്ച് തുടങ്ങുന്ന പ്രവാചകന്റെ പേര്. ആലോചിച്ച് നോക്കൂ, ലാം വെച്ച് തുടങ്ങുന്ന ഏതാണ് ആകെ ഒരു പ്രവാചകന്റെ പേര് വരുന്നുള്ളൂ. അത് പറയൂ. വൈഫിനോടൊന്ന് ചോദിച്ചു നോക്കിയേ. ഷക്കീലാത്ത ഹെൽപ്പ് ചെയ്യൂ. അല്ല എനിക്ക് അക്ഷരം മനസ്സിലായിട്ടായിരുന്നു. ലാം 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 എന്താ ചേർന്ന് ലെമണിന്റെ ലാ. ലാ ഇല്ല ലാം ലാം അലിഫ് ലാം മീം ലാം. ലാം യെസ്. ആ വേഗം പറഞ്ഞോ, സമയം എടുക്കാതെ. വേഗം വരൂ. എന്തോ എന്താ പറഞ്ഞ? എന്തോ പറഞ്ഞു? അല്ല അല്ല തെറ്റിപ്പോയല്ലോ. ക്ലൂ ഒരു പേരിലേ ഉള്ളൂ ലാം വെച്ച് തുടങ്ങുന്നത്. ഇപ്പൊ എന്താ പറയാ? ആയിരുന്നു, പിന്നെ അത് തെറ്റിപ്പോയി. ലൂ ബാക്കി പറഞ്ഞ ശരിയാക്കിട്ടൊന്ന് പറഞ്ഞേ. പോയി. 1 കഴിഞ്ഞു. ടിക് 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 1 സെക്കൻഡ്സ് കഴിഞ്ഞു. ഇനി വേഗം ആയിക്കോട്ടെ. എന്തോ ഓഫാ. 5 4 3 2 1 5 സെക്കൻഡ്സും കഴിഞ്ഞു. വേഗം ആയിക്കോട്ടെ. ലൂ ബാക്കി പറഞ്ഞോ, ഒന്ന് ഫില്ല് ചെയ്തേ. ലൂ എനിക്ക് തോന്നുന്നു ആദ്യം വിളിച്ചതിന്റെ ടെൻഷൻ കൊണ്ട് ഇക്കാക്ക് ഉറപ്പായിട്ട് അറിയാം. അതെനിക്കറിയാം. ഇപ്പൊ ആ കിട്ടാ ലാസ്റ്റ് നേരത്തെ പറഞ്ഞ ലാസ്റ്റ് ആൽഫബറ്റ് ഒന്ന് ഒരെണ്ണം മാറ്റിയാ മതി. പേര് കിട്ടി. ലൂ വരെ ഞാൻ പറഞ്ഞില്ലേ, ലൂന് ശേഷാണൊന്നു. വേഗം ലാസ്റ്റ് പറഞ്ഞ എച്ച് മാറ്റിട്ട് ഒരു ആൽഫബറ്റ് ആക്കി കിട്ടി. ഇത്താത്ത പറഞ്ഞു ഇത്താത്ത സമ്മാനം കൊണ്ട് പോകും. ഇത്താത്തായി ഫ്രൂട്ട് ജ്യൂസ് കുടിച്ചിരുന്നു. എന്താ എന്താ കറക്റ്റ് ആൻസർ ആണ്. ഇതിപ്പോ ഞങ്ങൾ അടിച്ചു പറയിപ്പിക്കുന്ന അവസ്ഥയായി. അടുത്ത ചോദിക്കാൻ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എത്ര തവണയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ മുഹമ്മദ് എന്ന വാക്ക് ഖുറാനിൽ വന്നിരിക്കുന്നത്? മുഹമ്മദ് എന്നിട്ടോ, കാര്യം മുഹമ്മദ് നബിയുടെ പേര് അഹമ്മദ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അതൊന്നും കൗണ്ട് ചെയ്യാതെ മുഹമ്മദ് എന്ന് പറഞ്ഞ് ഖുറാനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഓപ്ഷൻസ് ഇതെല്ലാം ഞങ്ങളോട് കമാൻഡ് ചെയ്യാനുള്ള. അടുത്ത ക്വസ്റ്റ്യൻ വരട്ടെ, ഓപ്ഷൻസ് വരട്ടെ. 4 8 10 ഇതിലൊന്ന് ചൂസ് ചെയ്തു. അത് ഉറപ്പിക്കൂട്ടെ ആൻസർ? ഉറപ്പിച്ചിട്ട് പറയാട്ടോ. ഇനി ഒരെണ്ണം ചാൻസ് ഇല്ല. 10 തെറ്റിപ്പോയി. തെറ്റിപ്പോയല്ലോ സ്പീക്കർക്ക്. തെറ്റിപ്പോയി. സാരില്ല, തെറ്റിപ്പോയി. 10 പറഞ്ഞില്ലേ, തെറ്റിപ്പോയി. ഇനി വീണ്ടും വിളിക്കോ? സുൽഫിക്കർക്ക് വിഷമിക്കണ്ട. ഇനി അടുത്ത ഇനി 29 ഡേയ്സ് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഡെയിലി ട്രൈ ചെയ്യാ. ഓക്കെ വൈഫിനോട് ഞങ്ങളുടെ അന്വേഷണം പറയൂ. ആ കൊടുത്തു. ഹലോ ഹലോ ഷക്കീലത്ത. ഹലോ ഹലോ ലൈൻ ഡ്രോപ്പ് ആയി പോയി. ഷക്കീലത്ത ഞങ്ങളുടെ സലാം. ഷക്കീലത്ത കേൾക്കണ്ടാവും. വീണ്ടും വിളിക്കുക. അപ്പൊ ഞങ്ങൾ നേരിട്ട് സംസാരിക്കും വീണ്ടും. പങ്കെടുക്കണം. എനിക്കറിയാം, അറിയാണ്ട് തെറ്റി. ആദ്യമായിട്ട് വിളിച്ചൊരു ടെൻഷൻ കൊണ്ട് തെറ്റിച്ചാന്ന് ഞങ്ങൾക്ക് അറിയാം. ധൃതി പിടിച്ച ആൻസർ പറഞ്ഞു പോയി. സാരമില്ല. നെക്സ്റ്റ് ടൈം ഇൻഷാല്ല കറക്റ്റ് ആൻസർ പറയുന്നു പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഒരു ബ്രേക്കിലേക്ക് പോകാൻ ടൈം ആയിരിക്കുകയാണ്. അപ്പൊ ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്.